ദ്രാവിഡ കക്ഷികൾക്ക് വലിയ മുൻതൂക്കമുള്ള നാടാണ് തമിഴ്നാട്. DMK ആയിരുന്നാലും AIADMK ആയിരുന്നാലും ദ്രാവിഡ കക്ഷികളിൽ ഊന്നി തന്നെയാണ് അവിടെ തമിഴ്നാട്ടിൽ ഭരണമാറ്റമോ എന്തു തന്നെ വന്നാലും ഉണ്ടാകുന്നത്. ദേശീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനോ BJPക്കോ വലിയ രീതിയിലുള്ള സ്വാധീനം ഇപ്പോൾ ചെലുത്താൻ കഴിയുന്നില്ല. എന്നാൽ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ തുടർഭരണം ഉറപ്പാണ് എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരെ വ്യക്തമായി അറിയാം എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അധികാരം വെട്ടിച്ചുരുക്കാനും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കുറയ്ക്കാനും വേണ്ടി BJP വലിയ തോതിലുള്ള കളികൾ നടത്തുകയാണ്. അതിന് കാരണം ദക്ഷിണേന്ത്യ പിടിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ BS യെദ്യൂരപ്പയുടെ ചിറകിൽ അധികാരത്തിലെത്തിയ BJP യെദ്യൂരപ്പയെ തടഞ്ഞതിനു ശേഷം പിന്നെ ഗതി പിടിച്ചിട്ടില്ല. കർണാടകയിൽ ഇനി BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ദേവഗൌഡയുടെ കൂടെ സഖ്യം ചേർന്ന് അധികാരം പങ്കിടാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ദേവഗൌഡയുടെ മകന് കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് തന്നെ ആയിരുന്നാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലോക്സഭാ സീറ്റുകളിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്ത്രീ സംരക്ഷണമില്ലെന്നും പറഞ്ഞ് കൊണ്ടുവന്നതെല്ലാം പ്രതിപക്ഷം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദിയുടെ വിലാപ സാഹചര്യം, രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയ വക്താവിനെ പോലെ സംസാരിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തനിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നതേ ഉള്ളൂ എന്ന് മുതലക്കണ്ണീരൊഴുക്കുന്ന നരേന്ദ്രമോദി വാസ്തവത്തിൽ ചെയ്ത ഇരട്ടത്താപ്പിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇനി BJP അധികാരത്തിൽ വരില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ സാധ്യതയില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, നേമം അതുപോലെ വട്ടിയൂർക്കാവ് തുടങ്ങിയ A ക്ലാസ് മണ്ഡലങ്ങളായി അവർ കണക്കാക്കുന്നിടത്ത് പാലക്കാട് ഒന്നും അവർക്കിനി കിട്ടില്ല എന്ന് ഏകദേശം അവരുടെ പാർട്ടി നേതൃത്വം തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ വിടക്കാക്കി തനിക്കാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ? അതുപോലും പറ്റുന്നില്ല. കഴിഞ്ഞ തവണ MR ഗാന്ധിയും വാനതി ശ്രീനിവാസനും അടക്കം 4 MLA BJPയിൽ നിന്ന് ജയിച്ചു. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് വിചാരിക്കാനും കഴിയുന്നില്ല. കാരണം ഉള്ള സീറ്റ് തന്നെ നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം BJPയെ വല്ലാതെ വേട്ടയാടുകയാണ്. ഇതാണ് ദക്ഷിണേന്ത്യയുടെ സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയെ പരിപൂർണമായി ഈ രാജ്യത്തിന്റെ പോളിസി മേക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും പരിപൂർണമായി ഘട്ടം ഘട്ടമായി അവഗണിച്ചുകൊണ്ട് ഒടുവിൽ അതിനെ മൊത്തത്തിൽ അവഗണിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കേണ്ട സാഹചര്യം വർദ്ധിച്ചു വന്നിരിക്കുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ എതിരഭിപ്രായമുണ്ടെങ്കിലും വലിയ രീതിയിൽ BJPയുമായി സഹകരണം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന CPIMന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനോട് പോലും തുറന്ന കത്തയച്ചുകൊണ്ട് ദക്ഷിണേന്ത്യൻ ഐക്യദാർഢ്യം ഉറപ്പുവരുത്താൻ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു.